ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിലുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തേങ്ങയില വറുത്തരച്ചിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കുക്കുംബർ, പൊട്ടറ്റോ, പിന്നെ വഴുതനങ്ങ, കുറച്ച് മുരിങ്ങക്കായ, ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാനിവിടെ കുക്കുംബർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഞാനിവിടെ ഒരു കപ്പ് മൈസൂർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. റോസ് കളറുള്ള പരിപ്പില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പരിപ്പ് നമ്മൾ കുറച്ച് ഒരു 8-10 ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയാണ്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് പീൽ ചെയ്ത് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ പരിപ്പിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിത് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കൂടാതെ കുറച്ചുകൂടെ മുളകും മല്ലിയൊക്കെ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇന്നത്തെ സാമ്പാർ നമ്മൾ വറുത്തരച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വറവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് മുഴുവൻ മല്ലിയില്ല, നമ്മൾ മല്ലിക്കാപ്പിക്ക് വേണ്ടിയിട്ട് മല്ലി ചതച്ച് വെച്ചതാണുള്ളത്. അപ്പോൾ ആ ഒരു ചതച്ച മല്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു 4-5 ഇല കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി നമ്മൾ ചേർത്ത് ഈ നാളികേരത്തിലേക്ക് തന്നെ ചേർത്ത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് സോക്ക് ചെയ്ത് അത് പിഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ പുളിയൊക്കെ വെജിറ്റബിൾസിലും ഒക്കെ മിക്സായി നന്നായിട്ട് സെറ്റായി വരുന്നതിന് വേണ്ടി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉണക്കമുളകും മുഴുവൻ മല്ലിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വറുത്തെടുത്തതാണ്, വെന്ത് വന്നതാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ സാമ്പാർ ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ
തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മളിത് താളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്കവാറും നമ്മൾ സാമ്പാർ താളിക്കുമ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുള്ളൂ. ചെറിയ ഉള്ളിയൊന്നും നമ്മൾ ചേർക്കാറില്ല കേട്ടോ, മിക്കവാറും ചേർക്കാറില്ല, വല്ലപ്പോഴൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതേ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.